നമസ്കാരം. ഇന്ത്യ 360യിലേക്ക് സ്വാഗതം. 2024 പ്രധാന രാഷ്ട്രീയം ഏവർക്കും അറിയാവുന്നതാണ്. അയോധ്യ രാമക്ഷേത്രം. പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ക്ഷേത്ര ഉദ്ഘാടനം നടക്കുമെന്ന് മുൻകൂട്ടി നിശ്ചയിച്ചതാണ്. ഇതാണ് BJPയുടെ തെരഞ്ഞെടുപ്പ് അജണ്ടയെന്നതും ഏവർക്കും അറിയാവുന്നതുമാണ്. എന്നാൽ അത് എത്തരത്തിലാകും BJP ഉപയോഗിക്കുക എന്നതാണ് ഏവരും ഉറ്റുനോക്കിയത്. ഒപ്പം കോൺഗ്രസ് അടങ്ങുന്ന പ്രതിപക്ഷം അതിനെ എത്തരത്തിൽ പ്രതിരോധിക്കുമെന്നതിലും ആകാംക്ഷ ഏറെയുണ്ടായിരുന്നു. ഭാരത് ജോഡോ യാത്രയുടെ ഒരു രണ്ടാം പതിപ്പ് എന്നതും പ്രതീക്ഷിച്ചതും പ്രഖ്യാപിച്ചതുമാണ്. അത് അയോധ്യയുടെ പ്രതിഷ്ഠാവേളയിൽ നടത്തുമ്പോൾ BJPക്കുള്ള മറുപടിയാണോ എന്നാണ് ചോദ്യങ്ങൾ ഉയരുന്നത്. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയും ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവും യാത്രയുടെ ഭാഗമാകാതിരിക്കുമ്പോൾ ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്ത്യ മുന്നണിയുടെ മറുപടിയാകുന്നില്ല. അതേസമയം കോൺഗ്രസിന് കാര്യമായ പിന്തുണയില്ലാത്തതും അതേസമയം ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾക്ക് പിന്തുണയുള്ള മേഖലകളിലൂടെ യാത്ര കടന്നു പോകുമ്പോൾ അത് കോൺഗ്രസിന് ഗുണം ചെയ്യുമോ? അയോധ്യയിലൂന്നി BJP നീങ്ങുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ മണിപ്പൂരിനെയാണ് കോൺഗ്രസ് വീണ്ടും ആയുധമാക്കുന്നത്. മണിപ്പൂരിൽ നിന്ന് ഭാരത് ജോഡോ ന്യായ് യാത്ര ആരംഭിച്ചതും അതിന്റെ വ്യക്തമായ സൂചനയാണ്. ഡൽഹിയുമായി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ മുൻകാലത്തേക്കാൾ അടുത്തുവെന്ന് പ്രധാനമന്ത്രി പറയുമ്പോഴും ആ പ്രദേശത്തോട് അവഗണന തുടരുകയാണെന്ന് യാത്രയിലൂടെ തുറന്നുകാട്ടുകയാണ് കോൺഗ്രസും രാഹുലും ചെയ്യുന്നത്. മണിപ്പൂരിൽ സംഘർഷങ്ങൾ തുടരുമ്പോഴും അതിൽ മൗനം പാലിക്കുകയും മണിപ്പൂർ സന്ദർശിക്കാതിരിക്കുകയും ചെയ്യുന്നത് BJPയുടെ അവഗണനയുടെ തെളിവായാണ് കോൺഗ്രസ് വ്യാഖ്യാനിക്കുന്നത്. जिसको हम मणिपुर कहते थे 29 जून के बाद वो मणिपुर रहा ही नहीं, बट गया. कोने कोने में नफरत फैली, लाखों लोगों को नुकसान हुआ. भाई बहन, माता पिता आंखों के सामने मरे. और आज तक हिंदुस्तान के प्रधानमंत्री मणिपुर में आपके आंसू पोंछने, आपसे गले लगने, आपका हाथ पकड़ने नहीं आए. शर्म की बात. शायद नरेंद्र मोदी जी के लिए, BJP और RSS के लिए मणिपुर हिंदुस्तान का भाग ही नहीं है. आपका जो दुख है, आपका दर्द है, वो उनका दुख, उनका दर्द नहीं है. 66 ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് നിശ്ചയിച്ചാരംഭിച്ച യാത്ര പക്ഷേ അവസാനിക്കുമ്പോൾ വൈകിയേക്കും. ഓരോ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും പ്രതീക്ഷിച്ചതിലും കൂടുതൽ സമയമാണ് ചെലവാകുന്നത്. ഭാരത് ജോഡോ യാത്ര പോലെ പദയാത്രയല്ലാഞ്ഞിട്ടും ഈ കാലതാമസം എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? മോശൻ റോഡുകളെ യാത്രാസംഘം കുറ്റം പറയുമ്പോഴും അതിനപ്പുറത്തേക്ക് വടക്കു കിഴക്കൻ മേഖലയിലെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമമായിട്ടാകണം യാത്ര നീട്ടിക്കൊണ്ടുപോകുന്നത്. അസമും ത്രിപുരയും മണിപ്പൂരും ഒഴിച്ചാൽ മറ്റു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ BJPക്ക് ശക്തമായ സാന്നിധ്യമോ അംഗബലമോ ഒന്നും തന്നെ അവകാശപ്പെടാനില്ല.
മേഘാലയയിലും നാഗാലാൻഡിലുമെല്ലാം BJP ഭരണത്തിലുള്ള പ്രാദേശിക പാർട്ടിയുടെ സഖ്യകക്ഷി മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ പ്രാദേശിക പാർട്ടികളുമായി സഖ്യമുണ്ടാക്കുന്നതടക്കമുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്ക് തുടക്കമിടാനും പൊതുതെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ടാകാം. സഖ്യം കോൺഗ്രസുമായി മാത്രം വേണമെന്നില്ല, ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാനെന്ന നിലയിലാകും ക്ഷണം. അത്തരത്തിൽ കൂടുതൽ പ്രാദേശിക പാർട്ടികൾ ഇന്ത്യ മുന്നണിക്കൊപ്പം എത്തിയാൽ അത് വലിയ നേട്ടം തന്നെയാകും. കോൺഗ്രസിന്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും യാത്രയ്ക്ക് പ്രതീക്ഷിച്ച പിന്തുണ സഖ്യകക്ഷികളിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നത് എടുത്തു പറയണം. പ്രത്യേകിച്ച് കോൺഗ്രസിന് ശേഷം മുന്നണിയിലെ ശക്തമായ പാർട്ടികളായ തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും തന്നെയാണ് യാത്രയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. ക്ഷണമില്ലാഞ്ഞിട്ടല്ല, പങ്കെടുക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ട് തന്നെയാണ്. JDU നിലപാട് പറഞ്ഞിട്ടില്ലെങ്കിലും അനുകൂലമായി പ്രതികരിച്ചത് RJDയും നാഷണൽ കോൺഫറൻസും ശിവസേനയും NCPയും ഒക്കെയാണ്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ്. മമതയും അഖിലേഷും നിലപാടുകൾ പരസ്യമായി പറഞ്ഞില്ല എന്നത് മാത്രമാണ് ഏക ആശ്വാസം. प्रियंका जी कांग्रेस पार्टी की एक प्रमुख नेता है. मुझे लगता है यात्रा बहुत लंबी है, बड़ी है. हम सब लोग किसी न किसी मोड़ पर उस यात्रा में शामिल होंगे. प्रियंका जी कांग्रेस पार्टी की एक प्रमुख नेता है. मुझे लगता है यात्रा बहुत लंबी है, बड़ी है. हम सब लोग किसी न किसी मोड़ पर उस यात्रा में शामिल होंगे. ഭാരത് ജോഡോ ഉയർത്തിയ ഒരു തരംഗം കർണാടകയിലും ഹിമാചലിലും ഭരണം പിടിക്കാൻ സഹായിച്ചെങ്കിലും അതിന്റെ ഊർജ്ജം നഷ്ടമായി തുടങ്ങിയെന്ന് കോൺഗ്രസ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഭാരത് ജോഡോ വലിയ വിജയം സമ്മാനിച്ചില്ലെങ്കിലും താഴെത്തട്ടിൽ പ്രവർത്തകർക്കിടയിൽ ആവേശം കൊണ്ടുവരാൻ സഹായിച്ചുവെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ജോഡോ യാത്രയുടെ രണ്ടാം പതിപ്പ്. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിൽ ഭരണം നഷ്ടമായത് യാത്രയുടെ പ്രഭാവം കുറഞ്ഞതിനാലാണെന്ന നിഗമനത്തിലാണ് കോൺഗ്രസ് നേതൃത്വം എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ 3 സംസ്ഥാനങ്ങളിലും വിജയസാധ്യത കോൺഗ്രസിനുണ്ടായിരുന്നിടത്താണ് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. ശക്തമായി തുടരുന്ന മോദി പ്രഭാവത്തിന് ബദലായില്ലെങ്കിലും രാഹുൽ ഗാന്ധിയുടെ വ്യക്തിപ്രഭാവത്തെ ശക്തിപ്പെടുത്താനും കോൺഗ്രസ് ഈ യാത്ര കൊണ്ട് ലക്ഷ്യമിടുന്നുണ്ട്. അയോധ്യ എന്നും പ്രതിപക്ഷത്തെ സംബന്ധിച്ച് വലിയ കീറാമുട്ടിയാണ്. BJPക്ക് അത് വോട്ടുറപ്പിക്കലും. ദശാബ്ദങ്ങൾക്കൊടുവിൽ ക്ഷേത്രം യാഥാർത്ഥ്യമാകുമ്പോഴും അതിനെ പ്രതിരോധിക്കാനുള്ള തന്ത്രങ്ങൾ തേടുകയാണ് പ്രതിപക്ഷം. മൃദു ഹിന്ദുത്വം എന്ന നിലപാട് കോൺഗ്രസ് ദേശീയ നേതൃത്വം മാറ്റിപ്പിടിക്കുമ്പോൾ സംസ്ഥാന നേതൃത്വം ഹിന്ദുത്വത്തിലൂന്നി തന്നെയാണ് നീങ്ങുന്നത്. മമതയാകട്ടെ രാമനെ പ്രതിരോധിക്കാൻ കാളിയെയും മറ്റു മതങ്ങളെയും ഒരുപോലെ കൂട്ടുപിടിച്ചിരിക്കുകയാണ്. അഖിലേഷ് ആകട്ടെ അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ലെങ്കിലും പിന്നീട് ദർശനം നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രൂപീകൃതമായ ശേഷം ആകെ ചേർന്ന 3 വലിയ സമ്മേളനങ്ങളിൽ മാത്രമാണ് ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ ഐക്യത്തോടെ കണ്ടത്. പിന്നീട് ഓരോ വിഷയങ്ങളിലും ഭിന്നമായ നിലപാടുകളാണ് പാർട്ടികൾ ഓരോന്നും കൈക്കൊണ്ടത്. ഇത് അയോധ്യയിലെത്തിയപ്പോഴേക്കും വ്യക്തമാവുകയും ചെയ്തു. പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാനില്ലെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം പറയുമ്പോൾ മറുവശത്ത് സരയുവിൽ മുങ്ങിക്കുളിച്ച് ദർശനം നടത്തി നേതൃത്വത്തിന്റെ തീരുമാനത്തെ മയപ്പെടുത്തുകയാണ് സംസ്ഥാന നേതൃത്വം ചെയ്യുന്നത്. ഹിന്ദുത്വത്തെ ഉപേക്ഷിച്ചോ എന്ന് കോൺഗ്രസിനോട് ചോദിച്ചാൽ ഇല്ലെന്ന് ധൈര്യമായി നിസ്സംശയം കോൺഗ്രസിന് പറയാൻ സാധിക്കും. അതേസമയം ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണോ എന്ന് ചോദിച്ചാൽ അതേ എന്നും പറയാം.
ജനാധിപത്യ പാർട്ടിയിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഉദാഹരണമായിട്ടാണ് കോൺഗ്രസ് ഇതിനെ ഉയർത്തിക്കാട്ടുന്നത്. The RSS and the BJP have made the 22nd January function a completely political Narendra Modi function. It's become a RSS BJP function. And I think that is why the Congress president said that he would not go to the function. We are open to all religions, all practices. Even the authorities of the Hindu religion, the biggest authorities of the Hindu religion, have made their view public about what they think about the 22nd January function, that it is a political function. रामलला का दर्शन करेंगे। 22 का जो कार्यक्रम है वो पूरी तरीके से वो मोदी अपनी तरीके से कर रहे हैं। जब उसमें चारों शंकराचार्य जाने से मना कर दिए तो मैं समझता हूँ कि हम सब लोग आज 15 तारीख को जा रहे हैं, वहाँ दर्शन करेंगे और जय जय सिया राम होगा। ചടങ്ങിനെ BJP രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നാണ് കോൺഗ്രസും പ്രതിപക്ഷവും ആരോപിക്കുന്നത്. നിർമ്മാണം പൂർത്തിയാകാത്ത ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്നതാകട്ടെ പ്രധാനമന്ത്രി. ചടങ്ങ് നടക്കുമ്പോൾ ശ്രീകോവിലിൽ പ്രവേശിക്കാൻ അനുമതിയുള്ള 7 പേരിൽ 6 പേരും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർ. അങ്ങനെയാകുമ്പോൾ ചടങ്ങ് രാഷ്ട്രീയമല്ലാതെ എന്താണ്? ഇതുതന്നെയാണ് 2 ശങ്കരാചാര്യ മഠാധിപതിമാർ ചൂണ്ടിക്കാട്ടിയത്. അങ്ങനെയാകുമ്പോൾ കോൺഗ്രസിന്റെ വാദം അടിസ്ഥാനരഹിതമെന്ന് പറയാനുമാകില്ല. रामानंद जो संप्रदाय है उसका अगर ये मंदिर है तो चंपत राय वहाँ पर क्यों है, वहाँ पर और दूसरे लोग क्यों हैं? फिर ये लोग हटें और हट करके रामानंद संप्रदाय को सौंपें, प्रतिष्ठा के पहले सौंप दें। रामानंद संप्रदाय के लोग ही वहाँ प्रतिष्ठा करेंगे, हमें मंजूर है। हम एंटी मोदी नहीं है, लेकिन हम एंटी धर्मशास्त्र भी नहीं होना चाहते। चारों शंकराचार्य वहाँ पर नहीं जा रहे हैं। कारण क्या है, क्यों नहीं जा रहे हैं? किसी राग द्वेष के कारण नहीं, बल्कि शंकराचार्यों का ये दायित्व है कि वो शास्त्र विधि का पालन करें और करवाएं। अब वहाँ पर शास्त्र विधि की उपेक्षा हो रही है। सबसे पहली उपेक्षा क्या है कि मंदिर अभी पूरा बना नहीं और प्रतिष्ठा की जा रही है। कोई ऐसी परिस्थिति नहीं है कि अपने को अचानक कर देना पड़े। देखो, किसी समय 22 दिसंबर की रात को वहाँ पर मूर्तियाँ रख दी गई थी। वो एक परिस्थिति थी कि रात को 12 बजे जा करके घुस करके रख दिया रामचंद्र दास परमहंस आदि लोगों ने। उस समय के जो वहाँ के कलेक्टर थे नैयर साहब के सहयोग से। और उसके बाद 1992 में ढांचा ढाया गया। उस समय कोई मुहूर्त थोड़े देखा जा रहा था। उस समय जैसी परिस्थिति थी उसी में आनन फानन में तंबू तान करके भगवान की मूर्ति गायब हो गई थी। उसको फिर उनके राजा साहब के घर से उनके दादी जी की मूर्ति मांग करके उसको ला करके रख दिया गया। उसकी पूजा होती रही। किसी ने प्रश्न उठाया? किसी शंकराचार्य ने नहीं प्रश्न उठाया कि भाई ये क्यों किया जा रहा है, मुहूर्त नहीं है। क्योंकि उस समय परिस्थिति थी। लेकिन आज ऐसी कोई परिस्थिति नहीं है कि हमको ज़रूरी हो गया कि आज 22 तारीख को ही कर दें। आज तो हमारे पास पूरा मौका है, हम अच्छे से बना करके प्रतिष्ठा कर सकते हैं। लेकिन फिर भी अधूरे मंदिर में प्रतिष्ठा कर दी जा रही है, तो ये हम कैसे स्वीकार कर लें? ये हमको कहना ही पड़ेगा पूछे जाने पर कि ये ठीक नहीं है। ഈ പരാമർശങ്ങൾ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയതോടെ എക്സ് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് ഈ ദൃശ്യങ്ങൾ ഒഴിവാക്കപ്പെട്ടു. കോൺഗ്രസ് മാത്രമല്ല പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് മാറി നിൽക്കുന്നത്. അദ്വാനിയുടെ രഥത്തെ പിടിച്ചുകെട്ടിയ ലാലു പ്രസാദ് യാദവും திராவிடவாதവുമായി நிலകൊള്ളുന്ന DMK-யுമാണ് பங்கெடுக்கிല്ലെന്ന് ശക്തമായി വ്യക്തമാക്കിയത്. எனக்கு அழைப்பு வரலைங்க, வந்தாலும் நான் போக மாட்டேங்க. அரசியல் பண்ணுறாங்க, இது ஆன்மீகம் கிடையாது. ஆன்மீகத்தை வச்சு கடவுள் பேரை வச்சு அரசியல் பண்ணும்போது அதில் உடன்பாடு இல்லைன்னு நம்முடைய பொருளாளர்கள் கூட அறிவிச்சிருக்காங்க. മറ്റുള്ളവർ പങ്കെടുക്കില്ല എന്നല്ല പറഞ്ഞത്, മറിച്ച് പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ല, എന്നാൽ രാമക്ഷേത്രത്തിൽ ദർശനം നടത്തും. ചുരുക്കത്തിൽ രാമക്ഷേത്ര നിർമ്മാണത്തെ തള്ളി പറയുന്നില്ല. बीजेपी के लोग भगवान श्री राम को भी ओन करना चाहते हैं, लेकिन इस जनता के कण कण में इस जनता को सब पता है कि बीजेपी ये क्यों कर रही है. മമതാ ബാനർജിയാകട്ടെ പ്രതിഷ്ഠാ ദിനം മതസൗഹാർദ്ദ റാലി നടത്തും. ഹസ്രയിൽ നിന്ന് പാർക്ക് സർക്കസ് മൈതാനം വരെയുള്ള പാതയിലെ എല്ലാ ആരാധനാലയങ്ങളിലും പ്രാർത്ഥന നടത്തിയാണ് റാലി നീങ്ങുന്നത്. আপনারা আমাকে বারবার জিজ্ঞেস করছেন বিভিন্ন মন্দির নিয়ে, আমার কোনো এ নিয়ে কিছু বলার নেই। আমি বারবার বলি ধর্ম যার যার আপনার, উৎসব কিন্তু সবার। আমাদের এখানে 23শে জানুয়ারি হয়েছে, 26শে জানুয়ারি হয়েছে, 22শে জানুয়ারিও আমরা, এটা কিন্তু আমার দলের প্রোগ্রাম। আমি নিজে একটা র্যালি করব,
আমি প্রথমে নিজে কালী মন্দিরে যাব, ওটা সবাই যাবে না। আমি মা কালীকে পুজো দিয়ে হাজরা থেকে সর্বধর্মের মানুষকে নিয়ে মিছিল করে পার্ক সার্কাস ময়দানে গিয়ে আমরা একটা মিটিং করব। মা কালীকে ছুঁয়ে মন্দির, মসজিদ, গুরুদ্বারা, ওখানে অনেক গির্জাও আছে, সব কিছুকে ছুঁয়ে সব ধর্মের মানুষকে নিয়ে আমরা একটা র্যালি করব এবং আমি তৃণমূল কংগ্রেসের পক্ষ থেকেই র্যালিটা করব। যারা শুভানুধ্যায়ী, যারা সাধারণ মানুষ, তারাও আসতে পারেন সংহতি মিছিলে। আর আমি জেলাগুলোকে বলবো, প্রত্যেকটা জেলায় ব্লকে ব্লকে সেদিন 22শে জানুয়ারি বেলা 3টে সম্প্രീতি മിছিল হবে সবাইকে নিয়ে। പ്രതികരണങ്ങൾ പലതരത്തിലാണെങ്കിലും അയോധ്യ വിഷയത്തിൽ പ്രതിപക്ഷം ഐക്യപ്പെട്ടു എന്ന് വേണം പറയാൻ. എന്നാൽ ആ ഐക്യം മറ്റു തലങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ഒരുമിച്ച് ഒരു വേദിയിലേക്ക് പ്രതിഷേധങ്ങളും എതിർപ്പുകളും എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നത് വലിയ പോരായ്മയാണ്. കേന്ദ്ര സർക്കാരിനെതിരെ പരാമർശങ്ങൾ നടത്തുമ്പോൾ ഓരോ പാർട്ടിയും തങ്ങളുടേതായ പ്രതികരണങ്ങൾ നൽകാനാണ് ശ്രമിക്കുന്നത്. മുന്നണിയുടേതായ പ്രതികരണങ്ങൾ ഇനിയും വന്നിട്ടില്ല. അതുതന്നെയാണ് BJPക്കും പ്രതീക്ഷ നൽകുന്ന ഘടകം. ഭാരത് ജോഡോ യാത്രയുടെ തുടക്കത്തിൽ നാം കണ്ടതാണ്. ഗോവയിൽ നിന്ന് മുൻ മുഖ്യമന്ത്രിയടക്കം ബഹുഭൂരിപക്ഷം MLA-മാരും പാർട്ടി വിട്ട് BJPയിലേക്ക് ചേക്കേറിയത്. ഭാരത് ജോഡോ ന്യായ് യാത്ര ആരംഭിക്കുന്നതിന് മുൻപും സമാനമായ നീക്കമുണ്ടായി. മഹാരാഷ്ട്ര കോൺഗ്രസിലെ ശക്തമായ മുഖമായ മിലിന്ദ് ദേവറയും കൂട്ടരും കോൺഗ്രസ് വിട്ട് നിലവിലെ ഔദ്യോഗിക ശിവസേനയായ ഷിൻഡെ വിഭാഗത്തോടൊപ്പം ചേർന്നു. സമീപത്തെ ഗുജറാത്തിലും സമാനമായ നീക്കങ്ങൾ സജീവമാണ്. ചോദ്യം ഇത്രമാത്രം: മിലിന്ദ് ദേവറ എന്തുകൊണ്ട് BJPയിൽ ചേരാതെ ശിവസേനയിൽ ചേർന്നു? രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ നേതൃനിരയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഒരു കൂട്ടം ചെറുപ്പക്കാരായ നേതാക്കളും അതേ നിരയിലേക്ക് ഉയർത്തപ്പെട്ടു. ജ്യോതിരാദിത്യ സിന്ധ്യ, സച്ചിൻ പൈലറ്റ്, ജിതിൻ പ്രസാദ, RPN സിംഗ്, മിലിന്ദ് ദേവറ എന്നിവരായിരുന്നു അതിൽ പ്രമുഖർ. എന്നാൽ 2019 മുതൽ ഈ ടീമിൽ നിന്ന് ഓരോരുത്തരായി കൊഴിഞ്ഞു പോവുകയായിരുന്നു. ആദ്യം സഖ്യം വിട്ടത് സിന്ധ്യ, പിന്നാലെ പ്രസാദയും RPN സിംഗും, ഇപ്പോൾ ഇതാ ദേവറയും. ഇനി ശേഷിക്കുന്നത് നേതൃത്വത്തിന്റെ നിലപാടുകളോടും ഗെലോട്ടിനോടും അതൃപ്തി പലവട്ടം വ്യക്തമാക്കിയ സച്ചിൻ പൈലറ്റ് മാത്രം. അതും ഇനി എത്ര നാളെന്ന ചോദ്യമാണ് ഇപ്പോൾ കോൺഗ്രസിൽ സജീവം. മുൻ കേന്ദ്രമന്ത്രിയും മഹാരാഷ്ട്രയിലെ ശക്തനായ കോൺഗ്രസ് നേതാവുമായിരുന്ന മുരളി ദേവറയുടെ മകനാണ് മിലിന്ദ്. 2004-ൽ ആദ്യമായി ലോക്സഭയിലെത്തിയ മിലിന്ദ് 2011-ൽ കേന്ദ്ര സഹമന്ത്രിയായി. 2014-ൽ UPA സർക്കാർ അധികാരമൊഴിയും വരെ ആ പദവിയിൽ തുടരുകയും ചെയ്തു. തുടക്കക്കാരനായ മിലിന്ദിന് അവസരമൊരുക്കി നൽകി മഹാരാഷ്ട്ര കോൺഗ്രസിൽ മാത്രമല്ല ദേശീയ തലത്തിലും കരുത്തു പകർന്നു കൊടുത്തതാകട്ടെ രാഹുൽ ഗാന്ധിയായിരുന്നു. കോൺഗ്രസിന്റെ ഭാവി വാർത്തെടുക്കുകയായിരുന്നു അദ്ദേഹം അതിലൂടെ ശ്രമിച്ചത്. എന്നാൽ നേതൃനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചവർക്ക് പക്ഷേ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുടെ കൈക്കരുത്തിൽ പിന്മാറേണ്ടി വന്നു. രാഹുൽ ആഗ്രഹിച്ചതുപോലെ അദ്ദേഹത്തോടൊപ്പം നിന്നില്ല. അതിലെ അവസാന കണ്ണിയാണ് മിലിന്ദ് ദേവറ. I've never seen Varsha being open to the public in the way that it has under his leadership. And he's somebody who works on the ground. He's somebody who works extremely hard. He's somebody who is accessible. And through his party, there is a way to strengthen his hands, to strengthen Mumbai's hands, and certainly under the leadership of our Prime Minister Narendra Modi ji, to strengthen his hands towards the betterment of India. That is something that I want to do. I've been wanting to contribute. I had hopes that Congress would change. Unfortunately, it has a different view, it has a different approach, it has a different style of politics. It's very different from when I joined it in 2004. ദേശീയ അന്തർദേശീയ വേദികളിൽ പാർട്ടിയെ പ്രതിനിധീകരിക്കാൻ കഴിയുന്ന ഒരു നേതാവിനെ ഷിൻഡെയുടെ ശിവസേനയ്ക്ക് ആവശ്യമായിരുന്നു. ഇതാണ് മിലിന്ദിലൂടെ നികത്താൻ സാധിച്ചത്. ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുന്ന മിലിന്ദ് ദേവറയുടെ വ്യക്തിബന്ധങ്ങളും പിതാവായ മുരളി ദേവറയുടെ ദേശീയ അന്തർദേശീയ വ്യവസായ സമൂഹത്തിലെ പ്രമുഖരുമായുള്ള ബന്ധവും മുകേഷ് അംബാനിയുമായുള്ള മിലിന്ദിന്റെ അടുപ്പവുമെല്ലാം നിർണായക ഘടകങ്ങളായി. ഇതിന്റെ തെളിവാണ് ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ മഹാരാഷ്ട്രയെ പ്രതിനിധീകരിച്ച് മിലിന്ദ് ദേവറ പങ്കെടുത്തത്. വ്യക്തിഗതമായ താൽപര്യത്തിന്റെ ഭാഗമായാണ് താൻ ഫോറത്തിൽ പങ്കെടുത്തതെന്നാണ് മിലിന്ദ് അവകാശപ്പെടുന്നത്.
ശിവസേനയ്ക്ക് മിലിന്ദിനോടുള്ള താല്പര്യത്തിന്റെ കാരണം അറിഞ്ഞു. എന്നാൽ എന്താണ് ശിവസേന തെരഞ്ഞെടുക്കാനുള്ള മിലിന്ദിന്റെ കാരണം? പാർലമെന്റിലേക്ക് എത്തുക എന്നതാണ് മിലിന്ദിന്റെ ലക്ഷ്യം. 2014-ലും 2019-ലും മുംബൈ സൗത്തിൽ നിന്ന് മത്സരിച്ചെങ്കിലും ദയനീയമായാണ് മിലിന്ദ് പരാജയപ്പെട്ടത്. ഇതേ തുടർന്ന് മുംബൈ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മിലിന്ദ് സ്വമേധയാ രാജിവെക്കുകയും ചെയ്തു. മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായിരുന്നു രാജിയെന്നാണ് വിശദീകരണമെങ്കിലും കോൺഗ്രസ് നേതൃത്വവുമായി മിലിന്ദ് അകലാൻ തുടങ്ങിയിരുന്നു. നേതൃത്വത്തിന്റെ പല തീരുമാനങ്ങൾക്കെതിരെ പല ഘട്ടത്തിലും പരസ്യമായി രംഗത്തു വന്നു. ഈ പൊതു തെരഞ്ഞെടുപ്പിൽ മുംബൈ സൗത്തിൽ നിന്ന് മത്സരിക്കാൻ സാധിക്കില്ലെന്ന് ഉറപ്പായതോടെയാണ് ശിവസേനയിലേക്കുള്ള മാറ്റം. ഇന്ത്യ സഖ്യം രൂപീകരിച്ചതോടെ മുംബൈ സൗത്ത് ശിവസേന ഉദ്ധവ് വിഭാഗത്തിന് നൽകേണ്ടി വരും. കാരണം കഴിഞ്ഞ 2 തവണകളായി ഉദ്ധവ് വിഭാഗം നേതാവ് അരവിന്ദ് സാവന്താണ് ഇവിടെ നിന്ന് ജയിക്കുന്നത്. ജയിക്കുന്ന സീറ്റ് കോൺഗ്രസിന് നൽകാൻ സേന തയ്യാറാകില്ല. നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് അത് ആവശ്യപ്പെടുത്തുമില്ല. അങ്ങനെയാകുമ്പോൾ 2 തവണ പരാജയപ്പെട്ട മിലിന്ദിന് ലോക്സഭയിലേക്ക് എത്താനുള്ള മാർഗം പതിയെ അടയുകയായിരുന്നു. ഇതിനുള്ള പരിഹാരമായിരുന്നു ഷിൻഡെയുടെ ശിവസേന. मैं इस मंच के माध्यम से आप सभी से निवेदन करना चाहता हूं कि आइए एक सुनहरा भविष्य बनाने के लिए हम बाला साहेब के शिवसेना के माध्यम से एकनाथ शिंदे जी के हाथों को मजबूत करें, नरेंद्र मोदी जी के हाथों को मजबूत करें और मुंबई, महाराष्ट्र और भारत के और बेहतर सेवा करें. മഹാവികാസ് അഘാടി സഖ്യത്തിലെ 2 കക്ഷികളായ ശിവസേനയിൽ നിന്നും NCPയിൽ നിന്നും നേതാക്കളെ അടർത്തിമാറ്റാൻ BJPക്കും ഷിൻഡെയ്ക്കും സാധിച്ചെങ്കിലും കോൺഗ്രസിൽ നിന്ന് അത് സാധിച്ചിരുന്നില്ല. ഇതാണ് ഇപ്പോൾ പൊതുതെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപേ ഷിൻഡെ വിഭാഗത്തിന് സാധിച്ചത്. ഇത് വലിയ തിരിച്ചടിയാണ് കോൺഗ്രസിന് നൽകിയത്. പ്രവർത്തകർക്കിടയിൽ ബന്ധമില്ലെങ്കിലും മിലിന്ദിന്റെ വ്യക്തിബന്ധങ്ങളും വ്യവസായ രംഗത്തെ ബന്ധങ്ങളും ഏറെ ഗുണകരമായിരുന്നു. പൊതുതെരഞ്ഞെടുപ്പിന് മുൻപുള്ള കൊഴിഞ്ഞുപോക്ക് മഹാരാഷ്ട്രയിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നതാണ് കോൺഗ്രസിനെ അലട്ടുന്നത്. കേവലം 17 MLA-മാർ ഉണ്ടായിരുന്ന ഗുജറാത്തിൽ 1 മാസത്തിനിടെ 2 MLA-മാരാണ് BJPയിൽ ചേർന്നത്. ഇന്ത്യ 360 ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.